AIADMK MLA-മാരുടെ നിർണായകമായ യോഗം 9:30-ക്ക് പാർട്ടി ആസ്ഥാനത്ത് ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷേ യോഗം തുടരുന്നുണ്ടാവും ഈ ഘട്ടത്തിൽ എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. MK സ്റ്റാലിൻ അദ്ദേഹം ദില്ലിയിലേക്ക് രാഷ്ട്രപതിയും രാജ്നാഥ് സിംഗിനെയും കാണും. ഒപ്പം വാക്പോരും പുരോഗമിക്കുകയാണ്. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് തനിക്ക് ആരെയും ഭയക്കേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായി പനീർസെൽവം OPS എന്ന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്നാൽ പാർട്ടി തനിക്കൊപ്പമാണ്, ഭൂരിപക്ഷം തെളിയിക്കാൻ, കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ തനിക്കാകും എന്നാണ് ശശികല ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താകും തമിഴ്നാടിന്റെ രാഷ്ട്രീയം, എന്താകും തമിഴ്നാടിന്റെ ഭാവി എന്ന ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളാണ് ഈ മണിക്കൂറിലൂടെ കടന്നുപോകുന്നത്. സീനിയർ ജേർണലിസ്റ്റ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ഹസനുൽ ബന്ന അദ്ദേഹം ദില്ലി സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹസനുൽ ബന്ന, എന്താണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ? ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ചരിത്രത്തിൻ്റെ പുനരാവർത്തനമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. MGRനെ DMK-യിൽ നിന്ന് കരുണാനിധി പുറത്താക്കിയ ശേഷവും അതിനുശേഷം MGRന്റെ മരണത്തോടെ ജയലളിത പാർട്ടിയിലേക്ക് വരാൻ നടത്തിയ സമയത്ത് ജാനകി രാമചന്ദ്രൻ നടത്തിയ ശ്രമവും ഇപ്പോൾ ശശികല മുഖ്യമന്ത്രി സ്ഥാനം കൈയടക്കാൻ നോക്കുന്ന സമയത്ത് പന്നീർശെൽവം നടത്തുന്ന ഈ നീക്കവുമെല്ലാം ചരിത്രത്തിൻ്റെ ഒരു പുനരാവർത്തനമാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് നോക്കുന്ന ആർക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളൊരു ഭാഗത്തും അതുപോലെ തന്നെ നിയമസഭാ സാമാജികർ MLA-മാർ മറുഭാഗത്തുമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ രാത്രി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശശികലയുടെ വീട്ടിൽ വന്ന് അധികാരത്തോടൊപ്പം ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന MLA-മാർ, ഭൂരിഭാഗം MLA-മാരും ശശികലയുടെ വീട്ടിനകത്ത് വന്ന് അവർക്ക് പിന്തുണ ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം നാം സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്ത് പന്നീർശെൽവത്തിന് ചെന്നൈയിലെ റോഡുകളിലും അതുപോലെ തന്നെ കവലകളിലും ചെന്നാലും പന്നീർശെൽവത്തെയാണ് ആളുകൾ പിന്തുണക്കുന്നത്. ഇത് പന്നീർശെൽവത്തിനുള്ള ഒരു ജനകീയമായ പിന്തുണയല്ല, മറിച്ച് ജനങ്ങൾ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയത് ജയലളിതയുടെ നേതൃത്വത്തിലുള്ള AIADMK ആയിരുന്നു. എന്നാൽ അതിന് പകരം തങ്ങൾ ആഗ്രഹിക്കാത്ത എന്ന് പറഞ്ഞാൽ പോലെ തമിഴ് ജനത ശരിക്കും വെറുക്കുന്ന ഒരു നേതാവാണ് ശശികല. കാരണം ശശികലയുടെ ഭാഗത്തു നിന്നുണ്ടായ പല ശ്രമങ്ങളും തമിഴ് ജനത നേരത്തെ അറിഞ്ഞതാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഇന്നലെ ജയലളിതയുടെ ബന്ധുവായ ദീപ പറഞ്ഞതുപോലെ ഇവിടുന്ന് നേരത്തെ ശശികലയെ പുറത്താക്കിയതാണ്. അതുപോലെ തന്നെ ശശികല, പാണ്ഡ്യൻ ഇന്നലെ ആരോപിച്ച പോലെ ശശികല വിഷം നൽകാനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ള ആരോപണങ്ങളെല്ലാം തമിഴ് ജനത എന്തൊക്കെയായാലും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരിഹസിച്ച പോലെ ഒരു ചിരിക്കാൻ പോലും കഴിയാത്ത ഒരു മുഖവുമായി രാഷ്ട്രീയത്തിന് ഒരിക്കലും യോജിച്ച, തമിഴ്നാട് രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു ശരീരഭാഷ പോലും അല്ല ശശികലയ്ക്ക്. ഈ ഘടകങ്ങളെല്ലാം തന്നെ ശശികലയ്ക്ക് വിരുദ്ധമായി മാറുകയാണ്. അതേസമയം ശശികലയുടെ പണം, ശശികലയുടെ മസിൽ പവറും മണി പവറും അതിനെ വെല്ലാൻ ഇന്ന് തമിഴ്നാട്ടിൽ ആർക്കും സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് AIADMK-യുടെ മുഴുവൻ നേതാക്കളും, ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ, ഡൽഹിയിലുള്ള MP-മാരടക്കമുള്ളവർ ശശികലയുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ പോലും നാം കാണുകയുണ്ടായി. അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശശികലയ്ക്ക് വേണ്ടി രംഗത്ത് വന്ന കോറസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ജനത കാക്ഷിക്കുന്നതല്ല തമിഴ്നാട്ടിലെ AIADMK MLA-മാർ പ്രകടിപ്പിക്കുന്നത് എന്നൊരു വികാരമാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഇന്ന് പനീർശെൽവം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ, അതായത് നിയമസഭയിൽ തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരു ഫ്ലോർ ടെസ്റ്റിന് അദ്ദേഹം തയ്യാറാകുകയാണെങ്കിൽ എത്ര പേർ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. നാം അതുകൊണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ജയലളിതയുടെ MGR-ന്റെ മരണസമയത്ത് ജയലളിതയ്ക്ക് സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ജാനകി രാമചന്ദ്രൻ അധികാരത്തോട് ഒപ്പമായിരുന്നു ഇതുപോലെ AIADMK MLA-മാർ അധികം നിന്നിരുന്നത്. എന്നാൽ പിന്നീട് ജയലളിത പാർട്ടിയിൽ പവർഫുള്ളായി അധികാരം തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ സാഹചര്യം അതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമായി നിൽക്കുന്നത്, അന്ന് ജയലളിതയോടൊരു പക്ഷേ ആളുകൾക്ക് അനുഭാവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് പന്നീർശെൽവത്തോടുള്ള അനുഭാവം, നേരത്തെ ജാനകി രാമചന്ദ്രൻ്റെ വ്യക്തിത്വവും പന്നീർശെൽവത്തിൻ്റെ വ്യക്തിത്വവും നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. ജാനകി രാമചന്ദ്രൻ തമിഴ് ജനതയ്ക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നില്ല, മറിച്ച്
MGRന്റെ ഭാര്യ എന്നൊരു പരിഗണന മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പന്നീർശെൽവം ജയലളിതയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊരു പരിഗണനയാണ് തമിഴ് ജനതയ്ക്കിടയിലുള്ളത്. ഈ ശശികലയോടുള്ള വിരോധമാണ് ഈ പന്നീർശെൽവത്തോടുള്ള ആഭിമുഖ്യത്തേക്കാൾ അല്ലെങ്കിൽ പന്നീർശെൽവത്തോടുള്ള അടുപ്പത്തേക്കാൾ തമിഴ് ജനതയെ ഈ ഇത്തരമൊരു ഘട്ടത്തിൽ ശശികലക്ക് എതിര് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിന്റെ തനിയാവർത്തനങ്ങൾ കൂടിയാണ് ഒരിക്കൽ കൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലവിൽ സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നടങ്കം തമിഴ് ജനത വെറുക്കുന്ന, നേരത്തെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ ജയലളിതയുടെ അടുക്കളക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന ഒറ്റ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തി. അതിന്റെ അനുരണനങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ഒരു ഇടവേള കൂടി അനിവാര്യമാകുന്നു. ദേവദാസ് കൊച്ചിയിലും, ഒപ്പം മസൂദ് DMK വക്താവ്, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുമുണ്ട്. ഇടവേളയാണ്, അതിനുശേഷം മടങ്ങി വരാം. തമിഴ്നാട് രാഷ്ട്രീയം അതിന്റെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെ മീറ്റിംഗുകളും മാരത്തോൺ ചർച്ചകളും നടക്കുകയാണ് വിവിധ പാർട്ടി ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച്. 9:30 AIADMK MLA-മാരുടെ യോഗം പാർട്ടി ആസ്ഥാനത്തുണ്ടാകും. ചർച്ചകൾ ഉണ്ടാകും, തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് നേരത്തെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിവിധ പ്രതിനിധികൾ, ഒപ്പം അതിഥികൾ നമ്മുടെ വിവിധ സ്റ്റുഡിയോകളുണ്ട്. ദേവദാസ്, അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിൽ ചേരുന്നു. ശ്രീ ദേവദാസ്, പാവ മുഖ്യമന്ത്രി എന്ന് ആവർത്തിച്ച് ഓരോ തവണയും താങ്കളടക്കം പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പന്നീർസെൽവം. എന്നാൽ മാന്യനും മിതഭാഷിയുമായ OPS കൃത്യമായ സമയത്ത് കൃത്യമായ പൊളിറ്റിക്കൽ മൂവ് നടത്തി എന്നതല്ലേ നമ്മൾ കാണേണ്ടത്? ഇതല്ലേ ഏറ്റവും അനുഗുണമായ സമയം? എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്താനാവുക? അരുൺ, അത് ഇന്നലെ രാത്രി ഇപ്പോൾ ഞങ്ങൾ 9 മണി വരെ ചർച്ച ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷമാണ് പന്നീർശെൽവം ശവകുടീരത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇതിൽ ജയലളിതേനെ ലോറിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് സമാനമായ ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു. അതിനെ വെല്ലാൻ ആർക്കും പറ്റൂല. എന്താ പറയുക, ജയലളിത മരിക്കുന്നതിൻ്റെയും തൊട്ട് മുൻപും ജയിലിലായപ്പോൾ പന്നീർശെൽവത്തിനെ മാത്രമാണ് ഹാൻഡ് പിക്ക് ചെയ്തത്, ശശികലനല്ല. ആ ഇമേജ് ഈ തമിഴ് ജനതേൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരെ തിരക്കിട്ട് നീക്കി എന്നുള്ള ഇമേജ് മാത്രമാക്കുകയും ജയലളിതയെ ഡോക്ടർ, അതായത് പോയ്സ് ഗാർഡനിലെ പേഴ്സണൽ ചീഫ് മിനിസ്റ്റർ ഡോക്ടർ ഡയബറ്റിക്കിനുള്ള മരുന്ന് വേറെ മരുന്ന് കൊടുത്തു എന്നുള്ള അഭ്യൂഹം പകരുന്നുണ്ട്. അത് ശശികലേൻ്റെ ക്ലോസ് ഡോക്ടറാണ്. മരണത്തിനെ പറ്റി പന്നീർശെൽവം പലതും വിളിച്ച് പറഞ്ഞിട്ട് വേണം ഇനിയത്തെ പത്രസമ്മേളനം നടത്തിയെങ്കിൽ ആ ഒരു സംശയം കൂടിയായി ഒരു അന്വേഷണം പന്നീർശെൽവം തന്നെ ഉത്തരവിട്ടെങ്കിൽ പന്നീർശെൽവത്തിന് മാസ് ഇത് വരും. എന്താ പറയുക, ഇതിപ്പോൾ നമ്പേഴ്സ് ശശികല എന്താ പറയുക, പണം കൊടുത്ത് 20,000 കോടിയുടെ പലതും സ്റ്റാമ്പ് പേപ്പറിൽ ബോധം കെട്ട് കിടക്കുന്ന ജയലളിതയെ ആസ്പത്രിയിൽ ബോധം കെട്ട് കിടക്കുന്ന ആളെ കയ്യൊപ്പിട്ടിട്ട് പല സ്വത്തുക്കളും അടിച്ചു മാറ്റിയിട്ട് അതുകൊണ്ട് കോടികൾ കൊടുത്തിട്ട് MLA-മാരെ ആക്കും. അത് തമിഴ്നാട്ടിൽ ഈ അഴിമതി പൂതനയാണ്. ഈ ശശികലയും മന്നാർഗുഡി മാഫി അവരെ പറ്റിയിട്ട് പറയാനുള്ള ധൈര്യം പന്നീർശെൽവം കാണിക്കണം, അന്വേഷണത്തിന് ഉത്തരവിടണം. പക്ഷേ ഇതിൽ ഒരു കളി കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗവർണർ നോക്കണം. ഗവർണർ അവിടെ ഒരു മേക്ക് ഷിഫ്റ്റ് ഗവർണറാണ്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു സ്ഥിരം ഗവർണർ ഇല്ല? അതാണ് കേന്ദ്രത്തിൻ്റെ കളി. കേന്ദ്ര ഗവൺമെൻറ് മഹാരാഷ്ട്രയിലെ ഗവർണറാണ്. ഗവർണർക്ക് വേണ്ട ഇതാ. അല്ലെങ്കിൽ മിഞ്ഞാന്ന് പന്നീർശെൽവമെല്ലാം നിന്നെടുത്തുന്ന മെജോറിറ്റിയായ ശശികലനെ എന്തുകൊണ്ട് വിളിച്ചില്ല? അപ്പോഴും ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞു. കേസ് 7 മാസം മുമ്പേ സുപ്രീം കോടതിയിൽ ഇല്ലേ? ആ കേസിൻ്റെ പറഞ്ഞ് ഗവർണർ മുങ്ങി നടന്നിട്ട് ഇന്ന് ഇപ്പോൾ എത്തും. ഇനിയിപ്പോൾ ഫ്ലോർ ടെസ്റ്റിനാണ് സാധ്യത കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിരിച്ചുവിടും. എന്താ പറയുക, BJP ഗവൺമെൻറ് ഏത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ അരുണാചൽ പ്രദേശ്, മിസോറാം എല്ലാം കണ്ടു അസ്ഥിരപ്പെടുത്താനാണ് ഗവർണർ ഉപയോഗിച്ചത്. അത് കേരളത്തിൽ പോലും നടത്താൻ പോകുന്നതും അതന്നെയാണ്. അതിൻ്റെ ബാക്കി പത്രമായിരിക്കും ഇത്. ഇവിടെ ഒരു DMK ചെന്നായി ആയിട്ടും മറ്റേത് കുറുനരിയായ BJPയും കാത്തു നിൽക്കുന്നു. മുട്ടനും കുട്ടനും തമ്മിലുള്ള അടിയിൽ ആരാ മരിക്കുവാൻ നോക്കിയിട്ട് ശശികലയും പന്നീർശെൽവവും. പക്ഷേ പന്നീർശെൽവം ആദ്യമായി ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ആക്കി കളഞ്ഞു. എന്താ പറയുക, ആ ഒരു ഇന്നലത്തെ രാത്രിയത്തെ ബ്രില്യൻ മൂവ്, അതിൻ്റെ പിന്നിൽ ആരെല്ലാം ഉണ്ട് എന്ന് കൂടി നോക്കണം. എന്താ പറയുക, ശശികല 1.5 മണിക്ക് ഇന്നലെ പറയുന്നത് പന്നീർശെൽവം മറ്റേ ജല്ലിക്കെട്ടിൽ ഈ സ്റ്റാലിനായിട്ട് ചിരിച്ചു എന്നാ. അപ്പോൾ അതിന് പന്നീർശെൽവം പറഞ്ഞത് മൃഗമല്ലാത്ത ഏത് മനുഷ്യനും ചിരിക്കുന്ന. അപ്പോൾ മൃഗത്തിൻ്റെ ഒരു ടേം ഉണ്ട്. അത് ഈ മൃഗം ഈ കൊല്ലുന്ന ഒരു ഹിംസ മൃഗമാണോ, ജയലളിതയെ കൊന്നത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയാണോ എന്നുള്ളതെല്ലാം ചില വാക്കുകളുണ്ട്. അത് പന്നീർശെൽവം എന്താണ് ഈ യോഗം കഴിഞ്ഞിട്ട് പറയാം. മറ്റേത് വിലക്കെടുക്കും. എന്താ പറയുക, അവിടെ എന്ന് പറഞ്ഞാൽ 4 കൊല്ലം ഭരിക്കാൻ
ഇവർക്ക് AIADMK ഇനി ഒരു ചാൻസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെയും കൊള്ളയടിക്കുക. അതിലൊരാൾ പറഞ്ഞാണ് എനിക്ക് ഇന്നലെ രാത്രി ഓർമ്മ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൂഴിയെല്ലാം വിറ്റുപോയി ഈ മന്നാർഗുഡി മാഫിയയും ശശികലയും. ഇനി ശശികല ചീഫ് മിനിസ്റ്ററായിട്ട് വന്നാൽ തമിഴ്നാട്ടിൽ ഒരു കുന്നുണ്ടാവില്ല, പുഴയുണ്ടാവില്ല, മരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊള്ളേൻ്റെ വീരപ്പനാണ് ശശികല എന്നാണ് സാധാ ജനങ്ങളുടെ ടേംസ്. പക്ഷേ ജനങ്ങളെ നോക്കണ്ട, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആണ്. എന്തുകൊണ്ട് ഗവർണർ ശശികലയെ അന്ന് വിളിച്ചില്ല? ഒരു ദിവസം മുങ്ങി നടന്നു. എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന പനീർശെൽവത്തെ വീണ്ടും ഗവർണർ ഡേ ടു ഡേ അഫയേഴ്സിനാക്കി? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആക്കി കലക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവർണറെ ആക്കി. അതാണ് ഈ മേക്ക് ഷിഫ്റ്റ് ഡേ ടു ഡേ ബേസിസിലുള്ള ഗവർണർ, ഡേ ടു ഡേ ബേസിസിലുള്ള ചീഫ് മിനിസ്റ്റർ. എവിടെയെങ്കിലും കേട്ടില്ല. ഇന്ത്യൻ കൊലപാതകമാണ് ഡെമോക്രസിയിൽ നടക്കുന്ന. കാരനായ 200-ൽ പരം കർഷകർ സൗത്ത് തമിഴ്നാട്ടിൽ മരിച്ചിരിക്കുന്നു, ഈ വെള്ളമില്ലാതെയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് നോക്കാൻ നേരമില്ല. ജല്ലിക്കെട്ടിന്റെ മറവിലാണ് ഇതിൽ. അതുകൊണ്ട് നാളെയും മറ്റന്നാളും വേറൊരു വൻ ജല്ലിക്കെട്ട് വരുന്നുണ്ട്, അതിൽ മറക്കാം എന്നാണ് ശശികല വിചാരിക്കുന്നത്, അല്ലേ പനീർശെൽവം വിചാരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റും ഈ സ്റ്റേറ്റ് ഗവൺമെന്റും തമിഴ്നാട് ജനതയെ വഞ്ചിച്ചിരിക്കുന്നു, തമിഴ്നാട് ഡെമോക്രസിയെ വഞ്ചിച്ചിരിക്കുന്നു. ഡെമോക്രസി ഓൺ എ ത്രഷോൾഡ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇന്ത്യൻ ഇത് കാണാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്. എന്താണെന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പേ രാജിവെച്ച ഒരാളെ എനിക്ക് കയ്യില്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് മറ്റൊരു നേതാവിനെ ഏൽപ്പിച്ച അതേ മുഖ്യമന്ത്രിയെ ഇതേ രാജി എന്തുകൊണ്ട് പിന്നെ സ്വീകരിച്ചു ഈ ഗവർണർ? അതേ ഗവർണറിനെ ഈ വയ്യാത്ത ആളെ വീണ്ടും ഏൽപ്പിച്ചിരിക്കുന്നു പനീർശെൽവത്തെ. അതെവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ? അത് ചോദിക്കണം. അപ്പോൾ BJP ഇന്നലെ രാത്രി വരെ H രാജയും പൊൻ രാധാകൃഷ്ണനെല്ലാം പറയുന്നത് പനീർശെൽവത്തിനാണ് ജനങ്ങളുടെ മാൻഡേറ്റ്. പക്ഷേ ഇന്ന് ആരും അനങ്ങുന്നില്ല. അപ്പോൾ അവർ നോക്കിയിരിക്കുന്നത് ഇതിൽ ആര് മരിച്ചു വീഴും? ഈ അഴിമതി പൂതനകളായ, അഴിമതി കംസന്മാരായ DMK AIADMK-ക്കാരുള്ള ഇവർക്ക് കൊള്ളയടിക്കുകയേ വേണ്ടൂ. അതുകൊണ്ട് ഭരണം നിലനിർത്താൻ ഇവർ ഏത് അറ്റവും പോവും, നാണവും മാനവും ഇല്ലാതെ. ഇന്ന് നടക്കേണ്ടത് ദീപ നേരെ പോയിട്ട് ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ശവകുടീരത്തിൻ്റെ മുമ്പിൽ ദീപ ഇന്നലെ പനീർശെൽവം ഇരുന്ന പോലെ എൻ്റെ അമ്മായിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് തീരുന്നവരെ നിരാഹാരം എന്ന് പറഞ്ഞിട്ട് ആ ശവകുടീരത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ ജല്ലിക്കെട്ടിൻ്റെ പോലെ സോഷ്യൽ ഇതിൽ ആൾ അവിടെ കൂടി മറ്റൊരു ഒരു വിപ്ലവം അവിടെ ജല്ലിക്കെട്ടിനെ പോലെ ആ മറൈൻ ഡ്രൈവിൽ കാണുന്ന ഒരു രംഗത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഈ ക്രൈസിസ്. കാരണം വൈകാരികമായ തലങ്ങളും വൈകാരികമായ മുഹൂർത്തങ്ങളുമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ, തമിഴ്നാട് പൊളിറ്റിക്സിനെ നിലനിർത്തിയിരുന്നത്. അതിന്റെ തുടർച്ച കൂടിയാണ് കാണുന്നത്. ഒരുപക്ഷെ മറൈൻ ഡ്രൈവിൽ ഇന്നലെ പനീർശെൽവം നടത്തിയതും അതാണ്. കാരണം അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിന്, തമിഴ്നാട് ജനതയുടെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിക്കുകയും ചെയ്തു. അമ്മയുടെ ആത്മാവ് തന്നോട് സംസാരിച്ചു എന്ന അതിവൈകാരികമായ പ്രസ്താവനയിൽ തമിഴ്നാട് ജനങ്ങൾ ഒന്നടങ്കം ഒരിക്കൽ കൂടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിതർക്കമായ കാര്യമാണ് അത്. AIADMK വക്താവ് MA മസൂദ്, അദ്ദേഹം കൂടി ന്യൂസ് റൂമിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മസൂദ്, യഥാർത്ഥത്തിൽ 68-ാം വയസ്സിൽ വിധിക്ക് കീഴടങ്ങിയ ജയലളിത ഒരുപക്ഷെ ആ മുഹൂർത്തത്തിൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദീർഘദർശികളായ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ കൃത്യമായി ഇതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുക, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അത് കാല വിളംബം കൂടാതെ വളരെ പെട്ടെന്ന് നമുക്ക് മുന്നിൽ കാണുന്നു എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. ഇവിടെ 67 മുതൽ തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന 2 ദ്രാവിഡ പാർട്ടികളിൽ ഒന്ന് ADMK, അത് പിളരുകയാണ്, പിളർന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, തമിഴ്നാട് പൊളിറ്റിക്സിനെ അറിയാവുന്ന വ്യക്തി, വക്താവ് എന്ന നിലയിൽ എങ്ങനെയാവും പ്രതികരിക്കുക? പത്രവാർത്തകൾ അതൊരു ഭാഗത്ത്, പാർട്ടിയിൽ ഇന്നലെ പനീർശെൽവം പറഞ്ഞതോടുകൂടി ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ളത് ശശികലയുടെ ഒരു ചേരി, പനീർശെൽവത്തിൻ്റെ ഒരു ചേരി, ദീപയുടെ ഒരു ചേരി, 3 പേരും AIADMK-യുടെ പ്രവർത്തകരാണ്. അതിലേറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് പ്രവർത്തനം നടത്തിയത് പനീർശെൽവമാണ്. അത് വന്നിട്ട് യാഥാർത്ഥ്യമാണ്. ജയലളിത അമ്മ അംഗീകരിച്ചതും അയാളെയാണ്. മറ്റ് രാഷ്ട്രീയ ഒഴുക്കുകൾ ഇതിൽ ഇപ്പോൾ ശശികല മേഡം പറഞ്ഞിരിക്കുന്നത് പനീർശെൽവത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്, പുറകെ നിൽക്കുന്നത് DMK എന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം താഴേക്കിടയിലുള്ള പാർട്ടി അണികളിലും വോട്ടർമാരായ ബഹുജനങ്ങളിലും ഉള്ള വിശ്വാസം യഥാർത്ഥത്തിൽ പനീർശെൽവത്തിനാണ്.
അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അംഗീകരിക്കുന്ന ഒന്നാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഗവർണർ കളിച്ചു, അവർ കളിച്ചു, ഇവർ കളിച്ചു, അത് വേറെ. പക്ഷെ എന്തായാലും ഒരു പ്രസിഡന്റ് ഭരണത്തിൻ്റെ ഒരു നിഴലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രതിപക്ഷ കക്ഷിയായ DMK-യുടെ ലീഡർ സ്റ്റാലിനുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശശികല എത്ര രൂപ കൊടുത്ത് എത്ര പൈസ കൊടുത്ത ആളുകളെ MLA-മാരെ നിർത്തിയാലും ആ ചാക്കിൽ നിന്ന് പുറത്തു വരാനുള്ള MLA-മാരുണ്ട്. അവരെക്കാളും കൂടുതൽ പൈസ ഉള്ള MLA-മാരുണ്ട് ഇതിൽ. അങ്ങനെ വരുമ്പോൾ ഇത് അവർ പുറത്ത് ചാടിയാൽ DMK-ആയിട്ടൊരു ബന്ധമുണ്ടായാൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മന്ത്രിസഭ വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ തിടുക്കപ്പെട്ട സ്റ്റാലിൻ ഒരു രാഷ്ട്രീയ വിഡിതം ഈ ഘട്ടത്തിൽ കാണിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാളെയോ മറ്റന്നാളോ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാലും ഇന്നത്തെ ADMK-യുടെ സാഹചര്യം വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത DMK-ക്ക് മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം 19 വർഷക്കാലത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിലുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ചിന്തയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ ADMK-യുടെ അണികൾ പല സ്ഥലത്ത് യോഗം ചേരുന്നു. കേരളത്തിൽ കുറേ ആളുകൾ DMK-യിൽ പോയി കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് പല പാർട്ടിയായിട്ട് കൂടിയിരുന്ന് ആലോചിക്കുന്നു, ഇവിടെ നിൽക്കണോ വേറെ പോകണോ, ഇവിടെ നിന്നാൽ ഏത് ചേരിയിൽ നിൽക്കണം. അതിനെക്കുറിച്ചൊക്കെ വളരെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ കേരളീയർ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രകടമായ അഭിപ്രായം. ഇപ്പോൾ പനീർസെൽവത്തിൻ്റെതായി കൂടുതൽ വാക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കും. കാരണം ശശികലയ്ക്കെതിരെ 75 ദിവസത്തോളം താൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്നു, പക്ഷേ തന്നെ കാണാൻ അനുവദിച്ചിരുന്നില്ല. അമ്മ ICU-ലാണ് എന്ന മറുപടിയാണ് ശശികല നൽകിയത്. ഒരുപക്ഷെ കൂടുതൽ ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് പനീർസെൽവത്തിൻ്റെതായി പുറത്തു വരുന്നത്. അദ്ദേഹം 10 മണിയോടുകൂടി, എനിക്ക് തോന്നുന്നു 10:15 മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ വലിയ വെളിപ്പെടുത്തലുകളാണ് ഒരർത്ഥത്തിൽ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢതകൾ കൂടി അവശേഷിച്ചിരുന്ന വളരെ ഗൗരവമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടിയാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ എത്തിച്ചേരാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കും. കാരണം നിഗൂഢമായ അവസാന മണിക്കൂറുകളാണ് ജയലളിതയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ചില വാക്കുകൾ. റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, കണക്കിന്റെ കളികളാണല്ലോ ഇനിയിപ്പോൾ, എണ്ണം തികക്കുക, അക്കങ്ങളുടെ കളിയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ കാണാൻ ആവുന്നത്. എങ്ങനെയാണ് താങ്കൾ പൊതുവിൽ കാണുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇപ്പോൾ? നമ്മൾ അതിനെ രണ്ട് രീതിയിൽ വേണം കാണാനായിട്ട്. ഒന്ന്, തമിഴ്നാട് ജനത എന്ന് പറയുന്ന വളരെ വൈകാരികമായ തലത്തിൽ രാഷ്ട്രീയത്തെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ്. ആ ജനതയുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും കവർന്നെടുക്കത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് പനീർസെൽവം ഇന്നലെ വൈകിട്ട് 9 മണിയോടുകൂടി പിന്നെ അവിടെ മെറീന ബീച്ചിലെ നമ്മുടെ ജയലളിതയുടെ ശവകുടീരത്തിൽ നിന്നും പിന്നെ പ്രകടിപ്പിച്ചത്. അവിടെ അദ്ദേഹം 40 മിനിറ്റ് ധ്യാനത്തിരുന്നു. അവിടെ ധ്യാനമൊന്നുമല്ല, ഈ അദ്ദേഹം പിന്നെ കൃത്യമായി കണക്ക് കൂട്ടി പിന്നാമ്പുറത്തെ പിന്നെ രചിച്ച ഒരു തിരക്കഥ തമിഴ് ജനതയുടെ മനസ്സിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ പോയിരുന്ന് 40 മിനിറ്റ് നേരം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം പത്രക്കാരെല്ലാം അവർ തന്നെ വിളിച്ചു വരുത്തി അവരോട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ഇന്നലെ രാത്രി തന്നെ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ജനതയുടെ ഏതാണ്ട് നല്ലൊരു ശതമാനവും കഴിഞ്ഞ തവണ അവർക്ക് ഈ കഴിഞ്ഞ ADMK-യുടെ കാലത്തെ പിന്നെ ഈ ഇപ്പോഴത്തെ 3ാമത്തെ പ്രാവശ്യവും ജയലളിത അധികാരത്തിലേറിയത് ജയലളിതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തതായിരുന്നു. അതൊരിക്കലും ശശികലയ്ക്കല്ല. ശശികല എന്ന് പറയുന്ന പിന്നെ വ്യക്തി ഇന്ന് തമിഴ്നാട്ടിൽ കാണിക്കുന്നത് ജനാധിപത്യ ധ്വംസനവും മനുഷ്യ സമൂഹത്തിന് അപമാനവുമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നേരത്തെ ADMK-യുടെ ബഹുമാനായ വക്താവ് പറഞ്ഞ പോലെ തന്നെ DMK-യുടെ ഒരു അല്ലെങ്കിൽ DMK-യുടെ ഒരു വലിയ കാലത്തിലേക്കുള്ള വാതിലുകൾ തമിഴ്നാട്ടിൽ തുറന്നിരിക്കുന്നു. ഭാവന സമ്പന്നനായ ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്കും മദ്രാസിന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ലോകപ്രശസ്തമായിട്ടുള്ളൊരു പിന്നെ പേരുധാരിയുമായിരിക്കുന്ന പിന്നെ സ്റ്റാലിൻ അവിടെ എമേർജ് ചെയ്ത് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കണക്കുകളുടെ കളികൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 50-55ഓളം MLA-മാർ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുവാനായി
പിന്നെ പന്നീർസെൽവത്തിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പണം വീശി MLA-മാരെ തന്റെ പക്ഷത്തേക്ക് ആക്കിക്കൊണ്ട് താൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറാം എന്നുള്ളൊരു വ്യാമോഹം ശശികലയുടെ ഭാഗത്തുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കാരണം ശശികലയുടെ പണമുണ്ട്. ജയലളിത അവശേഷിച്ചു പോയിരിക്കുന്ന കോടാനുകോടി രൂപയുടെ സമ്പത്ത് ജയലളിതയുടെയും അവരുടെ ഭർത്താവായ നടരാജന്റെയും അവരുടെ സഹോദരനായ ദിനകരന്റെയും പക്കലുണ്ട്. ഈ നടരാജനും ദിനകരനുമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം AIDMKയുടെ ഭാഗത്ത് നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും ഇന്നലകൾ വളരെ കറ പുരണ്ട പശ്ചാത്തലമുള്ളവരാണ്. ശശികലയുടെ സഹോദരൻ ദിനകരൻ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട് ജനത പലതവണ പല സ്ഥലത്ത് വെച്ച് അയാൾ ആക്രമിക്കാൻ പോലും മുതിർന്നിട്ടുണ്ട്. കാരണം അത്രയ്ക്കും വലിയൊരു കൊള്ളയടി പാരമ്പര്യമുള്ളതാണെന്ന് ആ ജനം വിശ്വസിക്കുന്നു. ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പിൻ സീറ്റ് ഡ്രൈവറാണ്. അവരും ആ മനുഷ്യനും ഈ രണ്ട് വ്യക്തികളോട് കൂടി കോടിക്കണക്കിന് രൂപ ഇറക്കിക്കൊണ്ട് അവിടുത്തെ MLA-മാരെ വലവഴിച്ച് പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം തമിഴ്നാട് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ വളരെ നെഗറ്റീവാണ് ശശികലയ്ക്ക്. ഏറ്റവും വലിയ കോടാലി ശശികലയുടെ മുകളിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ അടുത്തയാഴ്ച സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ പോകുന്ന വിധിയാണ്. അതിൽ അഴിമതിക്ക് എതിരെയുള്ള ഒരു വിധിയാണ്. അത് ഇവർക്ക് എതിരായി വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഭൂകമ്പമുണ്ടാക്കും. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് ഒരു ഭൂരിപക്ഷം MLA-വരെ കൈക്കലാക്കിയാൽ പോലും ഇത് ഏതാനും ദിവസങ്ങൾക്ക് ഉള്ളിൽ ഇവർ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ വിദൂരത്തിലാണ്. അതുതന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിലും. ഇന്നലെ ഏറ്റവും AIDMKക്ക് സ്വാധീനമുള്ള സേലം, അതുപോലെ തന്നെ അവരുടെ കർണാടകയോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളെ കോയമ്പത്തൂർ, മധുര, ട്രിച്ചിനാർപ്പള്ളി, നമ്മുടെ തേനി കമ്പം പന്നീർസെൽവത്തിന്റെ നാടാണെന്ന് വിചാരിച്ചോളൂ. അവിടെയെല്ലാം 10,000-കണക്കിന് ജനങ്ങൾ ഇന്നലെ രാത്രി തെരുവിലിറങ്ങിയെന്നാണ് നമുക്ക് അറിയാപ്പെടുന്ന വിവരങ്ങൾ. അവരെല്ലാവരും പന്നീർസെൽവം എന്ന് പറയുന്ന ഒരു മൗനി ബാബയായിരിക്കുന്ന മുൻകാലങ്ങളിൽ ഒരക്ഷരം പോലും മിണ്ടാതെ കണ്ട ഒരു ദാസ്യവേല പോലെ മുഖ്യമന്ത്രി പദത്തിനെ കണ്ടിരിക്കുന്ന മനുഷ്യൻ ഇന്നലെ രാത്രി കാണിച്ചിരിക്കുന്ന ആർജവത്വത്തോട് എന്താ പറയുക, അവര് തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ശശികല എന്ന് പറയുന്ന യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത തമിഴ്നാട്ട് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ അമ്മയെ, അതായത് ജയലളിതയെ മരണത്തിലേക്ക് തള്ളിവിട്ട സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന ശശികലയെ മുഖ്യമന്ത്രി പദത്തിൽ ഏറാതിരിക്കാനുള്ള പിന്തുണ ഇന്നലെ രാത്രി നാടകീയമായിട്ട് പന്നീർസെൽവം നേടിയെടുത്തു. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, DMKയുടെ നേതാവായ നമ്മുടെ MK സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ പിതാവിനെ അറിയപ്പെടുന്നത് കിങ് മേക്കർ എന്ന കലൈഞ്ചർ കരുണാനിധി. ആ കരുണാനിധിയുടെ തന്ത്രശാലിയായ കരുണാനിധിയുടെ മകൻ അതിൽ ഒരു പിടിയുടെ മുകളിൽ തന്ത്രങ്ങൾ മെലിയുന്നതിൽ മിടുക്കനാണ്. രണ്ടാമത്തെ കാര്യം, സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലാതെ കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു ജനകീയ പിന്തുണയുള്ളൊരു നേതാവില്ല. ഈ സ്റ്റാലിന്റെ ഭരണകാലത്ത് പോലുമാണ് തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ വ്യാവസായിക വിപ്ലവത്തിന് അടിത്തറയിട്ടത്. ഇതേ സ്റ്റാലിനാണ് അവിടുത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ IT മേഖലയെ പരിപോഷിച്ചത്. വാഹന വിപണിയുടെ മിക്കവാറും എല്ലാ നിർമ്മാണ മേഖലകളും മദ്രാസും അതിന് ചുറ്റുവട്ടത്തുള്ള മേഖലകളിലേക്ക് കൊണ്ടുവന്നത് ഈ സ്റ്റാലിനാണ്. അങ്ങനെ റോഡുകളുടെ കാര്യത്തിലായാലും നിർമ്മാണ മേഖലയിലായാലും മറ്റു മേഖലകളിലെല്ലാം വലിയ കുതിച്ചുചാട്ടത്തിന് മുൻകൈയെടുത്ത MK സ്റ്റാലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇതാ അവിടെ വാതായനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. AIADMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജയലളിത ഇല്ലാത്തൊരു AIDMK തമിഴ്നാട് ജനങ്ങൾ പൊറുക്കത്തില്ല. ശശികലയുടെ ഈ നാടകങ്ങൾക്ക് മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പണം എന്ന് പറയുന്ന വസ്തു കൊണ്ട് മാത്രം ശശികലയ്ക്ക് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റും ഗവർണറും ജനാധിപത്യ മൂല്യങ്ങളും ആ സ്ത്രീക്കെതിരാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു പരിവർത്തനത്തിന്റെ കാലം, DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടുമുടി കയറാനുള്ള കാലം ഇവിടെ വന്നിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ 10 മണി എന്ന് പറയുന്ന ഈ സമയം നിർണായകമാണ്. അവിടെ ശശികല MLA-മാരെ നിർത്തും, പന്നീർസെൽവം മുഖ്യമന്ത്രി പത്രക്കാരെ കാണുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നേരത്തെ അദ്ദേഹം സംസാരിച്ച പോലെ ഒരു പ്രസിഡന്റ് ഭരണത്തിലേക്ക് പോയാൽ പോലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഇതാണ് എനിക്ക് ആദ്യഘട്ടം പറയാനുള്ളത്. അതെ, ഇക്കാര്യത്തിൽ ചില ഭാഗത്തു നിന്ന് ബോധപൂർവമായ ചില ശ്രമങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടോ അവിടെ പ്രസിഡൻഷ്യൽ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ ഗൗരവമായ ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇടയിൽ നടന്നിരുന്നതാണ്. അതിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സംഭവിക്കുന്നു, അതിന്റെ തനിയാവർത്തനം തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ കാണുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ചില സ്റ്റേറ്റ്മെന്റ് കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്.
കോൺഗ്രസ് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് ഗവർണർ BJPയുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് നാടകം കളിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, താൻ വെളിപ്പെടുത്തിയത് അണിയറ രഹസ്യങ്ങളുടെ 10% മാത്രമാണ് എന്നാണ് OPS എന്ന മിതഭാഷിയായ വിനീത വിധേയനായ മുഖ്യമന്ത്രി. ഒരിക്കൽ വിനീത വിധേയനായിരുന്നു, ഇപ്പോൾ അതല്ല എന്നാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞത് അണിയറ കഥകളുടെ 10% മാത്രമാണ് എന്നാണ്. അത് കൃത്യമായ പോയിന്റാണ്. കാരണം അളന്ന് മുറിച്ച് തൂക്കി കൃത്യമായി വർത്തമാനം പറയാൻ അദ്ദേഹം പഠിച്ചിരിക്കുന്നു, അങ്ങനെ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം രാജ്നാഥ് സിംഗിനെയും ഒപ്പം രാഷ്ട്രപതിയെയും MK സ്റ്റാലിൻ കാണും എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഗൗരവതരമായ മുഹൂർത്തങ്ങളിലേക്ക്, വളരെ നിർണായകമായ മുഹൂർത്തങ്ങളിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്.